പിതാവായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. പുത്രനായ യേശുവേ, അങ്ങയ്ക്ക് മഹത്വം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയ്ക്ക് നന്ദി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ത്രിത്വൈക ദൈവമേ, ഷാലോൺ ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നിത്യജീവൻ ശുശ്രൂഷയിൽ കടന്നു വന്നിട്ടുള്ള സർവമക്കളെയും ഇനിയും കാണുവാനും കേൾക്കുവാനിരിക്കുന്നവരെയും അങ്ങേ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയ കവാടങ്ങൾ തുറന്നു തരണമേ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിമിശിഹായുടെ സവിധത്തിലേക്ക് നമുക്ക് യാത്രയാകാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. രക്ഷകനായിട്ടാണ് യേശുനാഥൻ പുൽക്കൂട്ടിലേക്ക് കടന്നു വരുന്നത്. വീണ്ടും നാം വായിക്കുന്നു ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. ഭയപ്പെടേണ്ട, സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എൻ്റെ മക്കളെ, സ്വർഗവും ഭൂമിയും ഒരുമിച്ച് ചേരുന്ന പുണ്യദിനം. സ്വർഗം ഭൂമിയെ സ്പർശിച്ച ഒരു ഓർമ്മ ദിനമാണ് ക്രിസ്തുമസ്. പാപത്തിൽ അകപ്പെട്ട മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ചമച്ച, ദൈവം പദ്ധതിയിട്ട ഒരു പുണ്യദിനത്തിന്റെ രക്ഷാകരമായ നിമിഷത്തിലാണ് നമ്മൾ കാലൂന്നി നിൽക്കുന്നത്. അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും നിവസിച്ചിരുന്നവർ ഒരു വലിയ പ്രകാശം കണ്ടു. ആ പ്രകാശമാണ് പുൽക്കൂട്ടിൽ പിറന്നു കിടക്കുന്ന ഉണ്ണിമിശിഹ. മകളെ, പാപം ആരെയും രക്ഷിച്ചിട്ടില്ല, ലോകം ആരെയും രക്ഷിച്ചിട്ടില്ല, സുഖ സൗകര്യങ്ങൾ ആരെയും രക്ഷിച്ചിട്ടില്ല. യേശു മാത്രമാണ്, പുൽക്കൂട്ടിൽ വരുന്ന ഉണ്ണിയേശുവാണ് നമ്മുടെ രക്ഷകനായി കടന്നു വരുന്നത്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. രക്ഷയിലേക്ക്, ചൈതന്യത്തിലേക്ക്, അഭിഷേകത്തിലേക്കാണ് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി ഈശോ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യം. മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിമിശിഹ നമ്മോട് പറയുന്നത്, നിന്നെ രക്ഷിക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് മകളെ ഞാൻ പുൽക്കൂട്ടിൽ ഇതാ ഒരു മനുഷ്യനായി നിങ്ങളുടെ മുമ്പിൽ അവതരിക്കുന്നത്. എന്താണ് കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിമിശിഹ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് പ്രാർത്ഥനാപൂർവം പുൽക്കൂടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഉണ്ണിയേശുവിലേക്ക് കണ്ണു നട്ടുകൊണ്ട് പ്രാർത്ഥനാപൂർവം നിന്നാൽ ഈശോ നമ്മോട് പറയും, ഞാൻ ഈ പുൽക്കൂട്ടിൽ പിറന്നത് പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ്. ഞാൻ ഈ പുൽക്കൂട്ടിൽ പിറന്നത് ജനകോടികളെ
പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ലൂക്കയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യം, അവരുടെ വിശ്വാസം കണ്ട് പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിൽ മനുഷ്യന് കേൾക്കാവുന്ന ഏറ്റവും ഹൃദ്യമായ രക്ഷാകരമായ സ്വരമാണ് ഇപ്പോൾ കേട്ടത്. മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിന്റെ ഇരുളിൽ കഴിഞ്ഞുകൂടുന്ന മക്കളെ, ഇന്ന് ഈശോ നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, എത്രയേറെ പാപങ്ങൾ ചെയ്താലും, പാപത്തിന്റെ കൂരിരുൾ കഴിഞ്ഞാലും നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നത്. എത്രയോ മക്കളാണ് കർത്താവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് പാപമാർഗങ്ങൾ വിട്ടുപേക്ഷിച്ചിട്ടുള്ളത്. തിരുസഭയിലെ ചാൾസ് ദി ഫുക്കോൾട്ട് ധൂർത്തനായി പാപജീവിതം നയിച്ച കൗമാരപ്രായത്തിൽ തന്റെ കാമുയെ കൊണ്ടുവന്ന് വീട് വാടകയ്ക്കെടുത്ത് തന്നിഷ്ടം പോലെ ദൈവപ്രമാണങ്ങൾ ധിക്കരിച്ചും ദൈവസ്നേഹത്തിനെതിരായും പ്രവർത്തിച്ച ഫുക്കോൾട്ടോ ഒരു ദിവസം യേശുവിനെ കണ്ടുമുട്ടി. പാപജീവിതത്തെ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ യേശുവിന്റെ ഒരു തീക്കട്ടയായി മാറുകയാണ്. പാപത്തെ വിട്ടുപേക്ഷിച്ചു, അനുതാപത്തിന്റെ കണ്ണുനീരൊഴുക്കി, പശ്ചാത്താപത്തിന്റെയും പരിഹാരത്തിന്റെയും വഴിയിലൂടെ ലോകസുഖങ്ങളോട് യാത്ര പറഞ്ഞു. ഫുക്കോൾട്ട് മനസ്സിലാക്കി, ഈശോയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത പാപങ്ങളില്ല, ഈശോയുടെ തിരുരക്തത്തിന് കഴുകിക്കളയാൻ പറ്റാത്ത പാപക്കറയില്ല എന്ന് പാപിയായ മനുഷ്യൻ ഈശോയുടെ മുമ്പിൽ വെച്ച് തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, ഓരോ പാപിക്കും രക്ഷപ്പെടാനുള്ള വാതിലാണ് പുൽക്കൂട്ടിലെ ഉണ്ണീശോ. പാപത്തിന്റെ പന്നിക്കൂട്ടിൽ നിന്ന് പരിശുദ്ധിയുടെ താബോറിലേക്ക് കടന്നു വരാൻ, ബേത്ലഹേമിലെ പരിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ നമ്മെ ഈശോ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. വീണ്ടും പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിലേക്ക് നോക്കിയാൽ അവിടുന്ന് പറയും, മരണഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുൽക്കൂട്ടിൽ പിറന്നത്. നമുക്കറിയാം, രോഗഭയം, മരണഭയം, ജീവിതത്തിലെ അത്യാഹിതങ്ങൾ കണ്ട് ഞെട്ടിവിറച്ചു നിൽക്കുന്ന മനുഷ്യരാണ് ലോകത്തിലുള്ളത്. അവരോട് എല്ലാവരോടുമായിട്ട് ഈശോ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം, യേശു മാർത്തയോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുവിൽ ആര് വിശ്വസിക്കുന്നുവോ, പുൽക്കൂട്ടിൽ പിറന്നു കിടക്കുന്ന ഉണ്ണി യേശുവിൽ വിശ്വസിക്കുന്നുവോ, അവൻ മരിച്ചാലും ജീവിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. മരണത്തിന്റെ കുഴിയിൽ നിന്ന് കരകയറിയിരിക്കുന്ന എത്രയോ മക്കൾ, പ്രത്യേകമായി ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ശ്വാസകോശം ചുരുങ്ങി ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുന്ന എത്രയോ രോഗികളാണ് മരണത്തിന്റെ കുഴിയിൽ നിന്നും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പുൽക്കൂട്ടിലെ ഉണ്ണി ഈശോ നമ്മെ വിളിക്കുന്നു മരണഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ. അങ്ങനെ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ ഉണ്ണി ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. മൂന്നാമതായി, സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പുൽക്കൂട്ടിൽ ഈശോ പിറന്നു വീഴുന്നത്. തിരുവചനം പറയുന്നു, ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 14-ാം തിരുവാക്യം, അവൻ ഊമനായ പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ കാണാറില്ലേ, ചില ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ
കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ സ്തുതിക്കാൻ പറയുമ്പോൾ സ്തുതിക്കാൻ പറ്റാത്തവര്, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്, പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ലാത്തവര്, ദൈവവചനം വായിക്കാൻ താല്പര്യമില്ലാത്തവര്, അതൊരു കെട്ടാണ്, അതൊരു ബന്ധനമാണ്. ഇങ്ങനെ സാത്താന്റെ ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്ന മക്കളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിയേശു പുൽക്കൂട്ടിൽ പിറന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു ദിവസം ഞാൻ അനുസ്മരിക്കുന്നുണ്ട്, ഒരു വാക്കുപോലും സംസാരിക്കാൻ, ഒരു 2 മാസമേ ആയിട്ടുള്ളൂ, ഒരു വാക്കുപോലും സംസാരിക്കാൻ പറ്റാത്ത മനുഷ്യൻ. ഞാൻ പറഞ്ഞു, യേശുവേ എന്ന് വിളിക്കാമോ? സ്വരമില്ല. ഒന്നുകൂടി ശ്രമിച്ചു നോക്ക്, സ്വരമില്ല. ഏകദേശം ഒരു 15 മിനിറ്റോളം അവനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അവന്റെ ശിരസിൽ കർത്താവിന്റെ തിരുരക്തം തെളിച്ച് തിരുക്കുരിശ് കയ്യിൽ പിടിച്ച് അവനോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്, പിശാചെ പുറത്തു പോകുക, സംസാരിക്കുക. ഇങ്ങനെ സ്വരം ഉണ്ടാക്കി. യേശു എന്നാണ് വിളിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ലോലമായ സ്വരത്തിൽ യേശുവേ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, 33 പ്രാവശ്യം, അന്നൊരു ബുധനാഴ്ചയായിരുന്നു, 33 പ്രാവശ്യം പ്രാർത്ഥിക്കുക, രാവിലെയും വൈകിട്ടും. അവനെ യാത്രയാക്കി. വെള്ളിയാഴ്ച വരുമ്പോഴേക്കും നിന്റെ സ്വരം കർത്താവ് തിരിച്ചു തരും. അതൊരു ബന്ധനമാണ്. ഓരോ ദിവസവും 10 പ്രാവശ്യം കൂടുതൽ വെച്ചിട്ട് യേശു നാമം പറയാനായിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച വന്ന് അവൻ സാക്ഷ്യം നൽകിയപ്പോൾ പറയുകയായിരുന്നു, 2 മാസക്കാലമായി ഒരു സ്വരമില്ലായിരുന്നു, ഞാൻ പാട്ടുപാടുന്നവനായിരുന്നു. യേശു പറഞ്ഞു, നീ പാടിക്കോ, ഞാൻ കൂടെ ഉണ്ടാകുമെന്ന്. ജെറൂസലേമിന്റെ അൾത്താരയിൽ അവൻ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ എന്ന ഗാനം ആലപിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ നനയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ തരാൻ വേണ്ടിയിട്ടാണ് ഈശോ പുൽക്കൂട്ടിൽ പിറന്നത്. 4ാമതായി, ശാരീരികമായി മാനസികമായ രോഗങ്ങളെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ പുൽക്കൂട്ടിൽ പിറന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യെശയ്യാ പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഈ വചനം ഇവിടെ ഉച്ചരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ശാരീരികമായി മാനസികമായി രോഗികളായിരിക്കുന്ന മക്കളുണ്ടാകും. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് രോഗികളെ സുഖപ്പെടുത്താൻ, പാപികളെ രക്ഷിക്കാൻ, സാത്താന്റെ ബന്ധനത്തിൽ പെട്ടവരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ മനുഷ്യനായി അവതാരം ചെയ്തത്. 5ാമതായി, ശരീരത്തിന്റെ ദുരാശകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പുൽക്കൂട്ടിൽ ഈശോ പിറന്നത്. നമ്മൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് യേശു രക്ഷകനാണ്. യേശുവിന്റെ നാമം ആരൊക്കെ വിളിക്കുന്നുണ്ടോ അവരെ രക്ഷിക്കാനായിട്ട് ഈശോ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്കത് കാണാം. അത് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും ദൈവവചനം വായിക്കുമ്പോഴും ദൈവവചന ശ്രദ്ധയോടെ കേൾക്കുമ്പോഴും നമ്മിലെ ദുരാശകൾ പടിയിറങ്ങി പോകുന്ന അനുഭവങ്ങൾ എത്രയോ പേർ സാക്ഷ്യങ്ങൾ നൽകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കാൻ തക്കവണ്ണം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പഴയ മനുഷ്യനാരാ? കണ്ണിന്റെ ദുരാശകൾക്കും ജഡത്തിന്റെ ദുരാശകൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ ദുരാശകൾ തകർക്കാൻ, ബ്ലൂ ഫിലിമുകൾ കണ്ട് മൊബൈൽ ഫോൺ അഡിക്ഷനായി എല്ലാ സ്നേഹബന്ധത്തിലും പ്രേമബന്ധത്തിലും കുടുങ്ങി ജീവിതം നശിപ്പിച്ചവരോട് കർത്താവ് പറയുന്നു, മോനെ, നിന്റെ ശരീരത്തിന്റെ ദുരാശകൾ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുൽത്തൊഴുത്തിൽ നിനക്ക് വേണ്ടി ഞാൻ ജനിച്ചിരിക്കുന്നത്. 6ാമതായി, ഉണ്ണിയേശോ നമ്മോട് പറയുന്നു,
ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് പുൽക്കൂട്ടിൽ ഞാൻ പിറന്നിരിക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ അസന്തുഷ്ടമാണ്. ലോകത്തിന് ആവശ്യം സമാധാനമാണ്. ഒരു കാലത്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കുടുംബങ്ങൾ ഇന്ന് സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇടവകകളിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയി. രാജ്യങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയി. കാരണം അവൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനാണ് വരുന്നത്. പിശാച് വന്ന ഈ സമാധാനത്തിന്റെ ഈ അംശത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ ഇന്ന് സമാധാനമില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം വിട്ടിട്ടു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നൽകുന്നത് ലോകം നൽകുന്ന പോലെയല്ല. ഞാൻ നൽകുന്നത് സമാധാനം ഒരിക്കലും ആർക്കും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. പ്രിയപ്പെട്ടവരെ, പുൽക്കൂട്ടിന്റെ മുമ്പിൽ ധ്യാന നിർലീനനായി നിൽക്കുമ്പോൾ യേശു അതാണ് പറയുന്നത്. ക്രിസ്മസിന്റെ രാവിൽ വെള്ളി വെളിച്ചത്തിന്റെ മാലാഖമാർ പാടിയില്ലേ? ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ആർക്ക്? ദൈവകൃപ ലഭിച്ചവർക്ക്. ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പുൽക്കൂട്ടിൽ കൃപയ്ക്കുമേൽ കൃപ നൽകുവാൻ വേണ്ടി, അനുഗ്രഹത്തിന് മേൽ അനുഗ്രഹം തരാൻ വേണ്ടിയിട്ട് കുഞ്ഞി കൈകൾ ഇളക്കിക്കൊണ്ട് നമ്മെ കാത്തു നിൽക്കുന്ന യേശുവിനെ ഒന്നുപോയി ആരാധിച്ചുകൂടെ? പൂർവ്വ രാജാക്കന്മാരെ പോലെ പൊന്ന് കൊന്തിരിക്കൻ മീറ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ ദുഃഖഭാരങ്ങൾ സമർപ്പിച്ച് പൂർവ്വ രാജാക്കന്മാരെ പോലെ ആരാധിച്ചാൽ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് പുൽക്കൂടിന്റെ മുമ്പിൽ നിന്നും നമുക്ക് മാറിപ്പോകാൻ സാധിക്കുക. ഏഴാമതായി, പുൽക്കൂട്ടിൽ വരുന്ന ഉണ്ണിമിശിക നമുക്ക് തരുന്നത് സമാധാനമാണ്. ഇന്ന് ഇടവകകൾ തോറും, തീർത്ഥകേന്ദ്രങ്ങൾ തോറും, ധ്യാനമന്ദിരങ്ങൾ തോറും മനുഷ്യർ ഇറങ്ങി നടക്കുന്നത് സമാധാനം എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയി. എന്റെ നഷ്ടപ്പെട്ടു പോയ സമാധാനം വീണ്ടും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ജനം ഇന്ന് അസ്വസ്ഥമായിക്കൊണ്ട് കുമ്പസാര വേദികളിലേക്കും വചനവേദികളിലേക്കും ആൾത്താരകളിലേക്കും ക്രൂശിതന്റെ സവിധത്തിലേക്കും പുൽക്കൂട്ടിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നമുക്കൊരു ദൗത്യമുണ്ട്. എവിടെ സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അവിടെ സമാധാനം വിതയ്ക്കാൻ, എവിടെ സ്നേഹം വറ്റിപ്പോയിട്ടുണ്ടോ അവിടെ സ്നേഹം വിതയ്ക്കാൻ ദൈവം നിന്നെയും എന്നെയും നമ്മെ എല്ലാവരെയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്റെ സാന്നിധ്യം മൂലമായിട്ട്, എന്റെ വാക്കുകൾ മൂലമായിട്ട്, എന്റെ പ്രവർത്തനം മൂലമായിട്ട് എവിടെയെങ്കിലും സമാധാനം പടിയിറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഉണ്ണീശോട് പ്രാർത്ഥിക്കണം, സമാധാന രാജാവായ ഉണ്ണീശോ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം തരണമേ എന്ന്. അവസാനമായി സന്തോഷം നൽകാൻ വേണ്ടിയിട്ടാണ് ഈശോ പുൽക്കൂട്ടിൽ പിറന്നത്. ദുഃഖപൂർണമായ ഈ ലോകത്തിൽ കണ്ണീരിന്റെ പുത്രന്മാരോട്, കണ്ണീരിന്റെ പുത്രികളോട് ഉണ്ണീശോ പറയുന്നു, നിനക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം മറക്കരുതേ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയിട്ടാണ്. നമുക്ക് സന്തോഷമുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ സന്തോഷത്തിന്റെ പൂർണ്ണത നീ കൊതിക്കുന്നുവെങ്കിൽ
പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിലേക്ക് തിരിയുക. പ്രിയപ്പെട്ടവരെ, പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിനെ കുറിച്ച് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ 8 ചിന്തകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, മരണഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ, സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ, ശാരീരിക മാനസിക രോഗങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാൻ, ശരീരത്തിന്റെ ദുരാശകളിൽ നിന്ന് രക്ഷിക്കാൻ, ലോക പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ, സമാധാനം തരാൻ, സന്തോഷം പകരാൻ വേണ്ടിയിട്ടാണ് ഈശോ നമ്മുടെ മധ്യത്തിൽ പിറന്നു കിടക്കുന്നത്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഭയപ്പെടേണ്ട, സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. എല്ലാ മംഗളങ്ങളും ആശംസകളും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു. ആമേൻ.